ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. കേരളത്തിലെ ജനങ്ങൾ UDFന് പാർലമെന്റ് ഇലക്ഷനിൽ വൻപിച്ച വിജയം നൽകി. അസംബ്ലിയിലേക്കുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പക്ഷേ ചേലക്കരയിലും അവരുടെ ഭൂരിപക്ഷം ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിച്ചു. UDFന് എല്ലാ സ്ഥലത്തും ജയിക്കാൻ സാധിച്ചു. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആവർത്തിച്ചുള്ള വിജയം ജനങ്ങൾ സമ്മാനിച്ചു. അതിനിയും അസംബ്ലിയിൽ ആവർത്തിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തിലാണ്. സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ വിധിയെഴുത്ത് കേവലം ഒരു വൺ ടൈം ജഡ്ജ്മെൻ്റ് അല്ല, അത് വളരെ കാൽക്കുലേറ്റഡ് ആണ്. കേരളത്തിലൊരു ഭരണമാറ്റം വേണം, ജനങ്ങളത് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള സൂചനയാണ്, വ്യക്തമായിട്ടുള്ള വിധിയെഴുത്താണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആവർത്തിച്ചുള്ള വിധിയെഴുത്ത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ജനങ്ങളുടെ ആ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാൻ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പിൽ നിന്ന് പിരിഞ്ഞിട്ടുള്ളത്. ജനാധിപത്യ പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ജനങ്ങളുടെ വോട്ടവകാശമാണ്. അത് സംരക്ഷിക്കുന്നതിന് പകരം അത് നിഷേധിക്കാനുള്ള SIR പ്രക്രിയയാണ് ഇപ്പോൾ രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കോൺഗ്രസിൻ്റെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം, പ്രതിപക്ഷത്തിൻ്റെ ദേശീയ നേതാവ് രാഹുൽജി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെജി ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ നടന്ന വലിയ സമരങ്ങൾ, വോട്ട് ചോരിക്കെതിരെയുള്ള വലിയ മുന്നേറ്റങ്ങൾ, ഒപ്പ് ശേഖരണം, ഡൽഹിയിലെ റാലി, ഇതെല്ലാം വ്യക്തമാക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിലെ പൗരാവകാശത്തിൻ്റെ ഭാഗമാണ് വോട്ടവകാശം എന്നുള്ളതാണ്. ആ വോട്ടവകാശം കേരളത്തിലും സംരക്ഷിക്കപ്പെടണം. ഇതുവരെ വന്നിട്ടുള്ള പട്ടികയിൽ ലക്ഷക്കണക്കിന് ആളുകൾ, അർഹതയുള്ള ആളുകളെ വ്യക്തമായ കാരണങ്ങളില്ലാതെ തന്നെ സാങ്കേതികത്വത്തിൻ്റെ പേര് പറഞ്ഞ് ഒഴിവാക്കിയാണുള്ളത്. ഞങ്ങളുടെ ആവശ്യം, ഞങ്ങളുടെ അഭ്യർത്ഥന, ഞങ്ങളുടെ നിലപാട് 18 വയസ്സായി വോട്ടവകാശത്തിൻ്റെ പ്രായപൂർത്തിയായിട്ടുള്ള കേരളത്തിലെ മുഴുവൻ പൗരന്മാർക്കും വോട്ടവകാശം നൽകണം. അർഹതപ്പെട്ട മുഴുവൻ ആളുകളെയും പട്ടികയിൽ പേര് ചേർക്കണം. അനർഹരാരാണോ, ഇരട്ട വോട്ട് അങ്ങനെയുള്ള അനർഹരാരുണ്ടോ, മരിച്ചവരാര്, തീർത്തും സ്ഥലം മാറിയവരാര്, അവരാരൊക്കെ ഉണ്ടെങ്കിലും അവരെയൊക്കെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം. അർഹതപ്പെട്ട മുഴുവൻ ആളുകളെയും പേര് ചേർക്കണം. അതിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകർ വളരെ സംഘടിതമായിട്ട് തന്നെ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ജനങ്ങളുടെ സഹകരണത്തോടെ മുന്നോട്ട് പോവുകയാണ്. SIR പ്രവർത്തനങ്ങളുടെ ഭാഗമായും അസംബ്ലി തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായും കേരളത്തിലെ കോൺഗ്രസ് എല്ലാ ബൂത്ത് കമ്മിറ്റികളും പുനഃസംഘടിപ്പിച്ച് ശാക്തീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിലവിൽ ബൂത്ത് കമ്മിറ്റികളുള്ള സ്ഥലങ്ങളിൽ ആ കമ്മിറ്റികൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും. പുതുതായിട്ട് ഇലക്ഷൻ കമ്മീഷൻ അതിനെ അവർ വിളിക്കുന്നത് റാഷണലൈസേഷൻ, ക്രമവൽക്കരിക്കുക എന്നുള്ള നിലയിലാണെങ്കിൽ പോലും അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഹോംവർക്ക് ഒന്നും നടത്താതെ നിലവിലുള്ള ബൂത്തുകളിൽ നിന്ന് ഒരു ഭാഗത്തെ അടർത്തി മാറ്റി പ്രത്യേക ബൂത്തുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അവിടെയും കോൺഗ്രസിൻ്റെ ബൂത്ത് കമ്മിറ്റികൾ ഉണ്ടാക്കും. തെരഞ്ഞെടുപ്പ് നീതിപൂർവമാകണമെന്ന് ഞങ്ങൾ ആദ്യമേ ആവശ്യപ്പെടുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വൻപിച്ച വിജയം കൈവരിച്ചപ്പോൾ പോലും ഞങ്ങൾ ആദ്യം മുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരുപാട് അപാകതകൾ മനഃപൂർവ്വമായിട്ട്, ഒന്ന് വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയതയാണ്. പല ഉദാഹരണങ്ങളും ഈ ചർച്ചയ്ക്കകത്ത് ക്യാമ്പിൽ പല പ്രതിനിധികളും നേതാക്കന്മാരുൾപ്പെടെ ചൂണ്ടിക്കാട്ടി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചില വാർഡുകൾ UDF ജയിക്കുന്നത് 12,000 വോട്ടിൻ ഉള്ള വാർഡുകളാണ് ജയിക്കുന്നതെങ്കിൽ LDFും BJPയും ജയിക്കുന്ന വാർഡുകളിൽ തിരുവനന്തപുരത്തും കോഴിക്കോട് മറ്റ് കോർപ്പറേഷനുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും കാണാൻ സാധിക്കും. ഒരു സ്ഥലത്ത് 12,000 വോട്ടുള്ള UDF വാർഡുകൾ, മറുസ്ഥലത്ത് LDFിൻ്റെയോ BJPയുടെ വാർഡുകൾ 4,000 വോട്ട് മാത്രമാണ്. അശാസ്ത്രീയമായ വാർഡ് വിഭജനം, വോട്ടർ പട്ടികയിലെ വ്യാപകമായ ക്രമക്കേടുകൾ, അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഞങ്ങൾ വിജയിച്ചത്. ഈ പശ്ചാത്തലത്തിലും ഞങ്ങൾ പറയുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക കുറ്റമറ്റതായിരിക്കണം. അതിന് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകർ കണ്ണിൽ എണ്ണയൊഴിച്ച് വോട്ടർ പട്ടിക പ്രവർത്തനത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കണം. ജനങ്ങളുടെ സഹകരണം ഞങ്ങൾ പൂർണ്ണമായിട്ടും അഭ്യർത്ഥിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.